നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ യൂണിറ്റ് 2 സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്, സെൽ ബയോളജി ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചറും അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻസും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് സൊല്യൂട്ട് മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എവറി ലിവിംഗ് സെൽ മസ്റ്റ് അക്വയർ raw materials for biosynthesis for energy production and release of byproducts to its environment. Both process requires the inward and outward movement of inorganic ions through plasma membrane. Okay, so നമ്മൾ പ്ലാസ്മ മെംബ്രെയിന്റെ ലിപ്പിഡ് ബൈലെയർ ആണ് നല്ല സ്ട്രക്ചർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചറും കോമ്പോസിഷനും കഴിഞ്ഞു. ഇനി ഈ സെല്ലിലേക്ക് എങ്ങനെയാണ് ഇൻവേർഡ് മൂവ്മെന്റും ഔട്ട്വേർഡ് മൂവ്മെന്റും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സെമി പെർമിയബിൾ ആണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഈ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഹൗ ദി ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ് ഇസ് ഹാപ്പനിങ് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. Approximately 2000 genes in the human genome encode proteins that function in transporting solutes across membrane. അതായത് approximately 20,000 genes in our human are encoding the പ്രോട്ടീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്മ മെംബ്രെയിനിലുള്ള നമ്മൾ കണ്ടിട്ടുള്ള പ്രോട്ടീൻ പാർട്സ് കണ്ടിട്ടുണ്ടല്ലേ, ഇന്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ എന്നൊക്കെ നമ്മൾ കണ്ടു. So in a human system, around 20,000 genes are encoding for this ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻസ്. അതായത് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്, എന്താ പറയാ, അയൺ ചാനൽസ് ഉണ്ട്, അക്വാപ്രോറിൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് plasma membrane proteins are there. So this much of genes are involved for this transportation. Okay, so നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിൾ ആണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ലിപ്പിഡ് ബൈലെയർ. ഓക്കെ, സോ ഇതിന്റെ ഓരോ സബ്സ്റ്റൻസിന്റെയും പെർമിയബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, so they are permeable. They can penetrate through, if this is inside, if this is outside and this is inside. Okay, if so, these gases can penetrate, or these gas molecules can pass through this plasma membrane. Okay, gases will diffuse easily across this membrane. So our plasma membrane is permeable for this gas molecules. Okay, നമ്മൾ കണ്ടതാണ് അത് ആംഫിപ്പത്തിക് ആണ് അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ആംഫിപ്പത്തിക്. they are having a polar and non-polar environment. So polar molecules can't pass through this non-polar environment. So this is the ഇങ്ങനെയാണ് അതിന്റെ ഡിക്രീസിങ് ഓർഡർ വരുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ദെൻ നെക്സ്റ്റ് കാറ്റഗറി സ്മോൾ അൺചാർജ്ഡ് പോളാർ മോളിക്യൂൾ. ഓക്കെ, അൺചാർജ്ഡ് പോളാർ മോളിക്യൂൾ, എത്തനോൾ. ഓക്കെ, എത്തനോൾ പെർമിയബിൾ ആണ്. ethanol is permeable, but water and urea, they are slightly permeable. Impermeable alla, but they are slightly permeable. Okay, ethanol has less polar. Ethanol is less polar than water. Okay, it is organic. Okay, that's why it is permeable to some extent. But water and urea are not that much permeable like ethanol. Okay, they are slightly permeable. So ഇത് ഡിക്രീസ് ചെയ്യാണ്, ഇങ്ങനെയാണ് പോണത്. സോ അവര് നമുക്ക് ഇങ്ങനെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഓർഡർ തരും. ഓക്കെ, കാർബൺ ഡയോക്സൈഡ്, യൂറിയ, ഗ്ലൂക്കോസ് അങ്ങനെ തന്നിട്ട് ആ ഒരു ഓർഡറിൽ നമ്മളോട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറയും. സോ this table is very important. Okay, so നമുക്ക് ഈ സൊല്യൂട്ട് ട്രാൻസ്പോർട്ടിന്റെ പെർമിയബിലിറ്റി എങ്ങനെയാണ് റേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ആണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. നെക്സ്റ്റ്,
Next വന്നിട്ട് large uncharged polar molecule. Large uncharged polar molecule like glucose, fructose. They are impermeable. Okay, they need a transporter. Then ions, potassium, magnesium, calcium. They are also impermeable. Then charged polar molecules like amino acid, ATP, proteins, nucleic acid, etc. They are also impermeable. Okay. Even though they are impermeable, we know that there is a inward outward movement of all these solutes, right? So how it is happening? Namukadu detailed aayittu nokam. So please study this table very well. Okay, you can expect 2 mark questions out of this. Then transport of substances across plasma membrane. There are different types of transport. One is called active transport. Next is passive transport. Then bulk flow. Okay. എന്താണ് active transport എന്നുള്ളത് നോക്കാം. In active transport across the plasma membrane, okay, if suppose this is outside and this is inner side, inside, okay. If the concentration, see, if suppose this is the concentration of outside the outside environment and this is the inside concentration, if a molecule, if this particular molecule has to pass to outside, okay, this movement is against the concentration gradient, right? Against the concentration gradient ആണ്. So the way എങ്ങനെയാണ് movement against the concentration gradient require energy. Okay, so such transport is called active transport. They require energy. Energy required movement is called active transport. Examples: pumps, ATPase, etc. Next, passive transport. Passive transport not required any energy. No need of energy. Okay, no need of energy. In passive transport, we can see 3 different type of movements. Simple diffusion, facilitated diffusion, and osmosis. Okay, simple diffusion, facilitated diffusion, and osmosis. Here, no need of energy. Okay, ഇവിടെ എങ്ങനെയാ ചെയ്യുന്നുണ്ടെങ്കിൽ along the concentration gradient. The movement is along the concentration gradient. Okay, അത് 3 type ആണുള്ളത്. Simple diffusion ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു gases simply diffusing through the plasma membrane. Okay, it is called simple diffusion. Facilitated diffusion means there should be a protein. It may be a carrier or a channel, whatever. So a transporter is required, okay, for the movement of the substance across the plasma membrane. It is called facilitated diffusion. Then next is osmosis. It is also based on it is the water movement based on the solute concentration. So namukku adinte detailed aayittu kadakam. Then bulk flow. Bulk flow ennu പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it exactly it's not the transportation exactly. It is vesicle fusion exactly. Vesicle fusion. So we can't say that something is transported. It is like vesicle fusion. For example, endocytosis and exocytosis. If some vesicle bound molecule, so molecule is here, this is the vesicle, this is our plasma membrane lipid bilayer. Okay, this is outside and this is inside. Okay, then how this is happening, how endocytosis is happening. Okay, this vesicles membrane composition and our plasma membrane composition is same. So what will happen is this will come over here and they will fuse together. ഇങ്ങനെ fuse ആവുമ്പോൾ എന്തായി, this molecule outside in the inside letti, le. So this kind of transportation is called a bulk flow. Okay, like same like exocytosis. Okay,
നമ്മളെ സെല്ലിന്റെ ഇൻസൈഡിന്ന് വെസിക്കിൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഔട്ട്സൈഡിലേക്ക് പാസ് ചെയ്യുന്നതിനാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഇങ്ങനെയാണ് എന്താണ് പറയാ മൂവ്മെന്റ് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് റിക്വയർഡ് എനർജി. Passive transport does not require energy. It is along the concentration gradient. Then bulk flow. Endocytosis, bulk flow require vesicle fusion. So if this is our cell, okay, ഇത്രയും different ആയിട്ടുള്ള type of movement is happening. First വന്നിട്ട് simple diffusion. Okay, simple diffusion non-polar compounds മാത്രമാണ് പോവുക. ലൈക്ക് നമ്മൾ നേരത്തെ ഗ്യാസസ് കണ്ടു, സ്റ്റിറോയിഡ്സ്, ഓക്കെ, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ആണ് ഇതിൽ കൂടി പാസ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇസ് ഡൗൺ ദി കോൺസെൻട്രേഷൻ, അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാരിയറിന്റെ പ്രസൻസ് ഇല്ല. ഓക്കെ, ഇഫ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ഹൈ, സോ ദ passage will occur. Okay, this is the one method. Then facilitated diffusion, as we mentioned earlier, this is facilitated. A carrier protein is playing a role over here. Okay, so this carrier protein is facilitating the movement, inward or outward movement is facilitated by a protein. Okay, but this is also it is also the down to concentration gradient. Okay, along with the concentration gradient ആണ്. ആൻഡ് ഓൾസോ സംടൈംസ് ഇത് ഇപ്പോ അയൺ ചാനൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ചാനൽ നമ്മൾ ഡീറ്റെയിലേക്ക് വരുന്നുണ്ട്, ചാനൽ ആണ് ഈ ഒരു ഫെസിലിറ്റേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ്. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കില്ല, ആ ഒരു അയോൺസിന്റെ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റിന്റെ along to that electrochemical gradient is ions are moving. Okay, that is for channels. Okay, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. Then primary active transport. Okay, primary active transport require ATP. Why we required ATP? Because it is against the concentration gradient or against the electrochemical gradient. Okay, whether it is a ion channel or a carrier protein. Okay, if it is a channel means it is against the electrochemical gradient. If it is a carrier protein means it is against the concentration. Okay, so this is the another type. Okay, they required a carrier protein. Then secondary active transport, that is also against electrochemical gradient, driven by ion moving down its gradient, because passage of ion movement will make a charge difference. For example, sodium, passage of sodium Na+, okay, passage of sodium ഇപ്പം ഇൻസൈഡിലുള്ള ചാർജ്, ഇപ്പൊ inside charge, if they have to maintain negative charge inside, the positive charged molecules will pass, they will move to outside. Okay, so to maintain the charge inside and outside, to maintain the charge, the ions are moving. That is also against the concentration gradient, so they require energy. Then ion channel. Ion channel, sometimes what will happen is here the ATP is not required. ATP is not required, but what is happening? The ion movement will create a charge difference. Okay, inside and outside or charge difference വരുന്നുണ്ട്. Okay, so down the electrochemical gradient ആവുന്ന സമയത്ത്, so ആ ഒരു charge difference will easily allow the ions to pass through the plasma membrane. Okay, സോ ഇതാണ് ഓവർവ്യൂ. ഓക്കെ, ഒരു ജനറൽ ആയിട്ട് നമ്മളിപ്പോ ഒരു സിംഗിൾ സെല്ലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് മച്ച് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഇങ്ങനെ ഇത്ര ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ് എന്താണ് പാസേജ് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഹാപ്പനിങ്. 4 ways of molecules and ions across the plasma membrane. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സി, ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട്സൈഡ് ആണ്. This is the outside concentration and this is the inside concentration. Okay, so first condition, simple diffusion. Simple diffusion എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇൻസൈഡിൽ കോൺസെൻട്രേഷൻ കുറവാണ്. So it can easily get into the cell. Okay, it is called simple
diffusion. Okay, then next വന്നിട്ട് channel mediated. Channel mediated. They all are passive transport. ഇവിടെ എനർജിക്ക് റോൾ ഇല്ല. Only based on the concentration gradient. Okay, if it is a channel mediated, we can find a channel protein over here in the lipid bilayer, and along the concentration, see here the concentration is more, outside is more and inside is less. So this channel is facilitating the movement of this particular particle into the cell. Then next is carrier mediated. Carrier mediated is also a passive transport. A carrier protein is required. It is also along the concentration gradient. Okay, so this is the transported molecule. Okay, it will bind with the carrier protein, and in the case of carrier protein and ion channel, I'll tell you the difference. Okay, so this carrier protein will reorient like this. Okay, so this molecule will get inside here. Okay, so these three are the passive transport: simple diffusion, channel mediated, and carrier mediated. Okay, then active transport. Active transport, here the molecule is moving against the concentration gradient. Low concentration, high concentration lekana molecule move cheyyunnathu. So what we need energy. So it is called active transport. So, അതിന്റെ definitions നോക്കാം. Passive transport. In passive transport, substances across the membrane by diffusion. Simple diffusion proceeds from high to low concentration. Facilitated diffusion, solute molecule binds specifically to a membrane protein carrier. Okay, it is called a facilitated transporter. Then diffusion. Diffusion, net movement of substances from an area of high concentration to low concentration. No energy required. So these all movements are based on the concentration. Then active transport. Active transport against the concentration gradient and required energy. Then what are the factors affecting diffusion rate? നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് സ്റ്റീപ്നെസ് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എന്താണ് സ്റ്റീപ്നെസ്? സ്റ്റീപ്നെസ് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇവിടെ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു? higher concentration to lower concentration ആണ്. Okay, so there should be a concentration different. Okay, ഇപ്പൊ suppose ഇപ്പൊ ഈ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ there should be a concentration difference. Okay, so ആ concentration difference-നെയാണ് concentration difference. ഇൻസൈഡ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റീപ്നെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ആർ ലിപ്പിഡ് ബൈലെയർ. ഇത് നമ്മുടെ സെല്ലിന്റെ ഔട്ട്സൈഡും ഇത് സെല്ലിന്റെ ഇൻസൈഡും ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ഇവിടെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇപ്പം ഇവിടെ ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. ഇത്രയും മോളിക്യൂൾസ് ഔട്ട്സൈഡിലുണ്ട്. ആകെ ഇത്രയും മോളിക്യൂൾസേ ഇൻസൈഡിലുള്ളൂ. സോ ആ ഒരു ഇൻസൈഡ് ഔട്ട്സൈഡ് ഡിഫറൻസ് ഈസ് ഹൈ അല്ലേ? സോ ദ സ്റ്റീപ്നെസ് ഈസ് മോർ. സ്റ്റീപ്നെസ് ഈസ് റിയലി മോർ അല്ലേ? ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഇൻസൈഡ് ഔട്ട്സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ okay, here the difference is less അല്ലേ? Compared to this, the difference is very less. അപ്പൊ നമുക്ക് പറയാം സ്റ്റീപ്നെസ് കുറവാണെന്ന് പറയാം. സോ ഈ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസിനെയാണ് സ്റ്റീപ്നെസ് ഈസ് ലോ. സ്റ്റീപ്നെസ് ഈസ് ലോ ഹിയർ. ഓക്കെ, ഇവിടെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൂടുതലുണ്ട്. ആ ഒരു ഡിഫറൻസ് കൂടുതലാണ്. സോ സ്റ്റീപ്നെസ് ഈസ് ഹൈ എന്ന് നമുക്ക് പറയാം. So steepness is one of the factor that is affecting the diffusion rate. Okay, then next molecular size. Okay, small molecules faster diffusion. നമുക്കറിയാം അല്ലെ, നമ്മളെ പ്ലാസ്മ മെംബ്രെയിന്റെ ലിപ്പിഡ് ബൈലെയറിൽ കൂടി small molecules can easily diffuse if it is hydrophobic. Okay, then temperature.
ഹൈ ടെമ്പറേച്ചർ ഫാസ്റ്റർ ഡിഫ്യൂഷൻ. എങ്ങനെയാണ് ഹൈ ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എങ്ങനെയായിരിക്കും? ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കൂടാൻ കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മള് ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അല്ലെ, ഫ്ലൂയിഡിറ്റി എഫക്ട് ചെയ്യും. ഓക്കെ, ഫ്ലൂയിഡിറ്റി കൂടും. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂയിഡിറ്റി കൂടും. എന്താണ് അൺസാച്ചുറേറ്റഡ്, അതിന്റെ ലിപ്പിഡ് ബൈലെയറിന്റെ എന്താണ് പറയാ, മോസ്റ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരും അല്ലെ. അങ്ങനെ അതിന്റെ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഫാസ്റ്റർ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും. ഫാസ്റ്റർ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, ലൈക്ക് ദാറ്റ്. These are the three factors affecting the diffusion rate. ഓക്കെ, എങ്ങനെ വരെ ആയിരിക്കും ഈ മൂവ്മെന്റ് ഉണ്ടാവുന്നത്? ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യണ്ടേ അല്ലെ? എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ടിൽ ഇക്വിലിബ്രിയം. ടിൽ equilibrium the movement is happening. Till equilibrium. So inside and outside number of the concentration and the inside outside concentration same ആവുന്ന. ഇപ്പൊ inside is equal to outside. അതിനെയാണ് നമുക്ക് equilibrium എന്ന് പറയുന്നത്. Even though there should be a slight passing, എന്നാലും നമുക്കതിനെ ആ ഒരു മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും എന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് വിൽ സ്റ്റോപ്പ് ഗ്രാജുവലി. ഇറ്റ് ഇസ് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴാണ് ആ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. Net movement of an electrically neutral solute is toward the side of lower solute concentration until equilibrium is achieved. Okay, so രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ C1 C2, ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ഒരു സെമി പെർമിയബിൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ മൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ that is why it is represented by a broad arrow. Okay, so C1 നിന്ന് C2 ലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, because C1's concentration is high. Okay, then at equilibrium what will happen? The C1 become equal to C2. Okay, this is called equilibrium, no net flux. Okay, the rate of transmembrane solute movement is proportional to the concentration ratio. Okay, it is proportional to the concentration ratio. So C1 ലെ concentration കൂടുതൽ ആയതുകൊണ്ട് കൂടുതൽ movement from C1 to C2 ആയിരിക്കും. C2 to C1 movement is happening, but it is negligible. Okay, അതുകൊണ്ടാണ് ഈ വലിയൊരു ആരോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. See here, it is in the equilibrium. മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആയിന്നില്ല, ബട്ട് ഇൻ C1 to C2 C2 to C1 മൂവ്മെന്റും സെയിം റേറ്റിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. നമ്മളിപ്പം എന്താണ് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ, കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചാർജ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Net movement of an electrically charged solute is dictated by a combination of the electric potential and the ratio of chemical concentration across the membrane. Net ion movement continues until this electrochemical potential reaches zero. See, ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ ആണ്. ഇത് solution 1 and this is solution 2. It is separated by a plasma membrane. Okay, here the negative charge is more and positive charge is less, and here positive charge is more and negative charge is less. Okay, here what will happen is the positive charge will move from this side to this side. From here to here the positive charge is moving. Okay, so and also like that. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ അതേപോലെ തന്നെ സെയിം ടൈമിൽ the same time the negative charge is moving from this side to this side.
Okay, this is before equilibrium. So ഇങ്ങനെയാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. At equilibrium what will happen? ഇപ്പോൾ ഈ സൈഡിൽ ഈക്വൽ പ്ലസും മൈനസും ഉണ്ട്, ഈ സൈഡിലും ഈക്വൽ പ്ലസും മൈനസും ഉണ്ടായി. Okay, here the electrical potential Vm is 0. Okay, see, നമ്മൾ ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് ഒരു പിക്ചറിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബേസ് ചെയ്തിട്ട് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ടും ഉണ്ട്. ചാർജ് ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ചാർജ് ബേസ് ചെയ്തിട്ടുള്ളതും ഉണ്ട്. സി ഹിയർ നമ്മൾ ഇൻസൈഡ് ദി സെൽ it is very less positive charge and outside the cell is highly positive charge. If so, the movement will be faster and higher. Okay, പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ already cell inside the cell is negative in charge. Okay, so ഈ മൂവ്മെന്റ് വളരെ സ്ലോ ആണ്. ഓക്കെ, സോ ഈ ഒരു ചാർജിന്റെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റിന്റെ ഫാക്ടേഴ്സിനെയാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓക്കെ, ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇനോർഗാനിക് അയൺ അക്രോസ് എ സെൽ മെംബ്രെയിൻ ക്രിയേറ്റ് എ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. Okay, difference in concentration of inorganic ions across a cell membrane create a membrane potential. It is called a membrane potential. When ions of opposite charge are separated by a permeable membrane, there is a transmembrane electrical gradient. A membrane potential will be created. It is expressed in millivolts. Okay, this membrane potential produces a force opposing ion movement that increase Vm and driving ion movements that reduce Vm. Okay, എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാർജ് ഡിഫറൻസ് will create a membrane potential that is called a Vm. Okay, it is called charge difference create a Vm. Okay, once the movement has started, the charges have started passing. Okay, so the charge difference have occurred. അപ്പൊ ചാർജ് ഡിഫറൻസ് വരുമ്പോ എന്ത് പറ്റും? ഗ്രാജുവലി Vm reduce ചെയ്യും. Vm will reduce. Thus, the direction in which a charged solute tends to move spontaneously across a membrane depends on both the chemical gradient, that is the concentration gradient, and the electrical gradient across the membrane. Okay, both concentration gradient and membrane potential influence the passive transport of charged solute. Okay, ഈ passive transportൽ മാത്രമാണ് നമുക്ക് ഈ factors വരുന്നത്. Together, these two factors are referred to as electrochemical gradient or electrochemical potential. Together, it is called electrochemical gradient or electrochemical potential. Okay. ഇനി ഇതിന്റെ റെലവൻസ് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ എംബ്രിയോളജിയില് സീ അർച്ചിന്റെ എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് സീ അർച്ചിന്റെ എഗ് സ്പേം ഫ്യൂഷന്റെ സമയത്ത് അത് പറയുന്നില്ലേ, എന്താണ് പറയാ, പോളി സ്പേമ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു ചാർജ് ഡിഫറൻസ് പെട്ടെന്ന് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, -70 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് എംബ്രിയോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോളജിയിൽ നിങ്ങൾക്ക് ആ പറയുന്ന പെട്ടെന്ന് ടേം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഒന്നുമില്ല, നത്തിങ് മച്ച്, ഇറ്റ് ഇസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഓക്കെ, പാസീവ് ട്രാൻസ്പോർട്ടില് movement of solute is based upon concentration and the chemical charge difference. Okay, it is called electrochemical gradient or electrochemical potential. ഓക്കെ, ഈ ചാർജ് ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഇൻസൈഡ് ദി സെൽ ഇപ്പം കൂടുതൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് എൻവയോൺമെന്റ് ആണ് ഇൻസൈഡ് ദി സെൽ റിക്വയർഡ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അയോൺസ് വിൽ മൂവ് ഔട്ട്സൈഡ്. ഓക്കെ, അങ്ങനെ ഗ്രാജുവലി ഇവിടെ ഒരു നെഗറ്റീവ് എൻവയോൺമെന്റ്, നെഗറ്റീവ് ചാർജ് വിൽ ക്രിയേറ്റ്. ഓക്കെ, ഇത് ഈ ഒരു റിക്വയർമെന്റ് ആ ഒരു ചാർജ് ഡിഫറൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡിഫ്യൂഷൻ കൂടെ ഇൻസൈഡോ അല്ലെങ്കിൽ ഔട്ട്സൈഡോ ആയിട്ട് മാറും. ഓക്കെ,
whether it is charged or uncharged, a free energy is also released. Okay, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർജ് മൂവ്മെന്റ്സ് ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചാർജ് ഡിഫറൻസിന്റെ മൂവ്മെന്റ് വിൽ ഓൾസോ റിലീസിങ് എനർജി, സ്ലൈറ്റ് എനർജി. ഇറ്റ് ഇസ് കോൾഡ് ഫ്രീ എനർജി. നമ്മൾ എല്ലാ ഇതിൽ പഠിക്കുന്നുണ്ട് ഫ്രീ എനർജി അല്ലെ, ഗിബ്സ് ഫ്രീ എനർജി. ഏത് റിയാക്ഷൻ നടക്കുമ്പോഴും അവിടെ ഒരു എനർജി ഡിഫറൻസ് നടക്കുന്നുണ്ട്. Okay, when a cell is unstimulated, the change of anions and cations across the membrane will be precisely balanced. In such steady state conditions, the voltage difference across the cell membrane, called the resting membrane potential, holds steady. Okay, resting membrane potential എന്നാണ് പറയുന്നത്. ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചാർജ് ഗ്രേഡിയന്റ് ഇക്വലിബ്രിയത്തിൽ വരുന്നതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ടാണ് മൂവ്മെന്റ്സ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡിലേക്കാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇനി പാസീവ് ട്രാൻസ്പോർട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പാസീവ് ട്രാൻസ്പോർട്ടിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷൻ. Simple diffusion. When two aqueous compartments containing unequal concentration of a solute, compound or ion are separated by a permeable divider or a membrane, the solute moves by simple diffusion from the region of higher concentration through the membrane to the region of lower concentration until the two compartments have equal solute concentrations. Transporter proteins not required. Simple diffusion le transporter protein not required. Okay. Non-polar hydrophobic molecules ആണ് simple diffusion കൂടി മൂവ് ചെയ്യാറ്. പിന്നെ ഗ്യാസസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സ്റ്റിറോയിഡ് ഒക്കെ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് they will simply diffuse. Okay. Then passive transport la adutha varunnathanu facilitated diffusion. Facilitated diffusion le difference endanu vechunal, this is also based on the concentration or charge gradient, but this is facilitated by a protein. Membrane proteins lower the activation energy for transport of polar compounds and ions by providing an alternative path across the membrane for specific solutes. Proteins that bring about this facilitated diffusion are membrane proteins that speed the movement of a solute across a membrane by facilitating diffusion are called transporters or permeases. അതായത് നമ്മളെ പോളാർ മോളിക്യൂൾസ് എപ്പോഴും എന്തായിരിക്കും? പോളാർ മോളിക്യൂൾസ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും അല്ലെ? പോളാർ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഹൈഡ്രേറ്റഡ്. ഓക്കെ, then നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഇൻസൈഡ് എപ്പോഴും എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. സോ ഇറ്റ് വോണ്ട് അലോ ദി പാസേജ് ഓഫ് പോളാർ മോളിക്യൂൾസ്. സോ നമുക്ക് വാട്ട് വി റിക്വയർ ട്രാൻസ്പോർട്ടർ ഓവർ ഹിയർ. ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ it will create a polar environment here. Okay, here it will create a polar environment. Okay, so through this polar environment, this polar molecules can move into cell. Okay, so ഈ ഒരു ഹൈഡ്രേഷൻ ഷെല്ല് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ട്രാൻസ്പോർട്ടഡ് പ്രോട്ടീൻ ആണ്. ഇറ്റ്സ് ലൈക്ക് വി ക്യാൻ സേ it is acting as a enzyme. Okay, but they are more specific. Like enzymes, however, the transporters bind their substances with stereochemical specificity through multiple weak non-covalent interactions. Okay, so polar molecules in hydrophobic ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിൽ കൂടി along the concentration gradient പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് facilitated diffusion വരുന്നത്. In facilitated diffusion, we have transporter proteins. Okay, then cells contain two classes of membrane transport protein: transporters and channels.
There are two types, okay, transporters and channel. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. Membrane transport proteins occur in many forms and are present in all cell membranes. Obviously, അല്ലേ, ഏത് സെല്ലിനും ഒരു ഇൻസൈഡ് ഔട്ട്സൈഡ് മൂവ്മെന്റ് അത്യാവശ്യമാണ്. Each provides a private portal across the membrane for a particular small water-soluble molecule. Example, ion, sugar, amino acid, etc. Most of these proteins allow passage of only select members of a particular molecular class. Channels എന്താന്ന് നോക്കാം. Channels discriminate mainly on the basis of size and electric charge. Okay, channels എന്ന് പറയുന്ന സമയത്ത് അവിടെ സൈസും ഇലക്ട്രിക് ചാർജുമാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, when the channel is open, any ion or molecule that is small enough and carries the appropriate charge can pass through. Okay, here നോക്കി കഴിഞ്ഞാൽ this is our channel. So ഇവിടെ എന്താണ് പറയാ, ion with a particular charge and small size can move through this channel. ഇനി ട്രാൻസ്പോർട്ടർ വരുന്ന സമയത്ത് transporter on the other hand transfers only those molecule or ions that fit into specific binding site. Okay, transporters have a binding site. Okay, transporters bind their solutes with great specificity in the same way an enzyme binds its substrate. Okay, see here. And also ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പം ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്കാണ് സൊല്യൂട്ട് മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടർ പ്രോട്ടീനിൽ സൊല്യൂട്ട് ബൈൻഡ് ആയിട്ടുണ്ട്, അതിന്റെ ബൈൻഡിങ് സൈറ്റിൽ ഇത് ബൈൻഡ് ആയിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ ഇനി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൺഫർമേഷണൽ ചേഞ്ച് വരും. സോ ഈ ഒരു മൂവ്മെന്റ് പുറത്തേക്ക് പോയി. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഴ്സിന് ഒരു കൺഫോർമേഷണൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് അയോൺസ് ഓൺലി ബേസ്ഡ് ഓൺ ദി ചാർജ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഴ്സും ചാനലും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഴ്സ് ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും with great specificity, and also they are having some conformational change. Inside outside movement transporters in itself a conformational change is happening. But for ion channels the specificity is only based on the charge and their size. Okay, and there is no conformational changes occurring. So നമുക്ക് അതിനെ ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ഇസ് ഹൈലി സ്പെസിഫിക് ആൻഡ് ദേ ആർ സാച്ചുറബിൾ. ഓക്കെ, സാച്ചുറബിൾ മീൻസ് ആഫ്റ്റർ സർട്ടൻ ടൈം, അതായത് സാച്ചുറബിൾ മീൻസ് ഇതിന്റെ ബൈൻഡിങ് സൈറ്റിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു ട്രാൻസ്പോർട്ടേഴ്സിന്റെ ബൈൻഡിങ് സൈറ്റിൽ ഒരൊറ്റ മോളിക്യൂളിന് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഓക്കെ, സോ നൗ ഇറ്റ് is saturated. Okay, ഇതിൽ കൂടുതൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നൗ ഇറ്റ് ഈസ് ഇൻ ദ സാച്ചുറേറ്റഡ് മോഡ്. ഓക്കെ, സാച്ചുറേറ്റഡ് ആയി എന്നിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ മോളിക്യൂള് റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അഗെയിൻ അതിന് ഒരു മോളിക്യൂളിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇറ്റ് ഈസ് സാച്ചുറബിൾ. ഓക്കെ, but here channels specific for some ions, channels specific for ions ആണ്, but not saturable. Okay, അത് ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ചേഞ്ച് അല്ലെങ്കിൽ ചാർജ് ഡിഫറൻസ് വരുന്നത് വരെ അത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ട്രാൻസ്പോർട്ടേഴ്സും ചാനലും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്തത് വരുന്നത് പാസീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് ഓസ്മോസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ കഴിഞ്ഞു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കഴിഞ്ഞു, ഇനി അടുത്തതാണ് osmosis. Based on the difference in the penetrability of water versus solutes, membranes are said to be semi-permeable. Okay, permeability of water versus solute. Water moves readily through a semi-permeable membrane from a region of
low solute concentration to a region of high solute concentration. See, നമുക്ക് ഓസ്മോസിസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ കുറച്ച് വാക്കുകളുടെ കളികളുണ്ട്. ഓക്കെ, എക്സാമിന് നമ്മൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആക്കി കൊണ്ടുവെക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഈ ഓസ്മോസിസിനെ രണ്ട് കോണ്ടെസ്റ്റിൽ പറയാം. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ, സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എന്താണ് പറയാ, ലോ സൊല്യൂട്ട് നിന്ന് ഹൈ സൊല്യൂട്ടിലേക്കാണ്. ഇത് ലോ സൊല്യൂട്ട് ആണ്, ഇവിടെ ഹൈ സൊല്യൂട്ട് ആണ്. ഓസ്മോസിന് അങ്ങനെ പറയാം. ഇപ്പൊ ലോ സൊല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, സോൾവെന്റ്, അതായത് വാട്ടർ കൂടുതലായിരിക്കും, സോൾവെന്റ് ഹൈ ആയിരിക്കും. അപ്പൊ ഇവിടെ ഹൈ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ് കുറവായിരിക്കും. അപ്പം സൊല്യൂട്ട് അല്ല ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ സൊല്യൂട്ട് ഇസ് നോട്ട് മൂവിങ്, only water is moving, the solvent is moving. Okay, നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. Osmosis is defining based on solute, but actually solute is not moving, the water is moving. So I'll explain once again. Osmosis based on the difference in the penetrability of water versus solutes. Membranes are said to be semi-permeable. Water moves readily through a semi-permeable membrane from a region of lower solute. Lower solute നിന്ന് higher solute ലേക്ക് ആണ് water move ചെയ്യുന്നത്. This process is called osmosis. Okay. When two compartments of different solute concentration are separated by a semi-permeable membrane, the compartment of higher solute concentration is said to be hypertonic or ഹൈപ്പർ ഓസ്മോട്ടിക്. ഓക്കെ, നമുക്ക് ഒരു സെല്ലിനെ ആസച്ച് എടുത്തുകൊണ്ട് അത് ഹൈപ്പർടോണിക് ആണ് ഹൈപ്പോടോണിക് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഒരു റെഫറൻസ് വേണം. ഓക്കെ, റെഫറൻസ് ടു അത് ഏത് സൊല്യൂഷനിലാണ്, അത് ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഔട്ട്സൈഡ് ഓഫ് ദി സെൽ, ഇതിപ്പോ ഔട്ട്സൈഡ് ആണ്, ഇത് ഇൻസൈഡ് ആണ്, സെല്ലിന്റെ ഇൻസൈഡ് ആണ്. ഓക്കെ, സെല്ലിന്റെ ഇൻസൈഡിലുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷനേക്കാളും കുറവാണ് ഔട്ട്സൈഡ്, പുറത്ത്. ഓക്കെ, സോ ഇവിടെ ഔട്ട്സൈഡ് ആണ് ഹൈപ്പോടോണിക്, ഇൻസൈഡ് ഹൈപ്പർടോണിക് ആണ്. ഇൻസൈഡിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ദിസ് ഔട്ട്സൈഡ് സൊല്യൂഷൻ. ഓക്കെ, സോ നമുക്ക് സെല്ലിനെ അതിന്റെ എൻവയറമെന്റിൽ ഇരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടേ അത് ഹൈപ്പർടോണിക് ആണോ ഹൈപ്പോടോണിക് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഔട്ട്സൈഡ് സൊല്യൂഷൻ ആണ് ഹൈപ്പോടോണിക്, അതായത് ലെസ് സൊല്യൂട്ട് കമ്പയർ വിത്ത് ദ സെൽ. ഇവിടെ ഇൻസൈഡ് ദ സെല്ലിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഹൈപ്പർടോണിക് ആണ്, ഇവിടെ സൊല്യൂട്ട് കൂടുതലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, വാട്ടർ വിൽ മൂവ് ഇൻസൈഡ് അല്ലെ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ട് കുറവ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ നിന്ന് കൂടുതൽ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഓസ്മോസിസ്. സോ അങ്ങനെ വരുന്ന സമയത്ത് സെല്ല് എൻലാർജ് ചെയ്യും, സ്വെല്ല് ചെയ്യും. ഓക്കെ, സ്വെല്ല് ചെയ്തിട്ട് റപ്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇഫ് എ മമേലിയൻ സെൽ, ഫോർ എക്സാമ്പിൾ പറയാണ്, മമേലിയൻ റെഡ് ബ്ലഡ് സെല്ലിനെ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സെൽ വിൽ എൻലാർജ് ആൻഡ് ഇറ്റ് വിൽ ബേഴ്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇവിടെ ഔട്ട്സൈഡ് ആണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ, അതായത് ഔട്ട്സൈഡ് ദി സെൽ ഹാവ് മോർ സൊല്യൂട്ട് കൂടുതലാണ് പുറത്ത്. അപ്പൊ എന്താ സംഭവിക്കുക, വാട്ടർ എന്താ മൂവ് ചെയ്യുക, വാട്ടർ ഇപ്പൊ സെല്ലില് സൊല്യൂട്ട് കുറവാണ്, അപ്പൊ ഔട്ട്സൈഡിലാണ് സൊല്യൂട്ട് കൂടുതൽ, അപ്പൊ വാട്ടർ പുറത്തേക്കാണ് പോവുക, സെല്ലിന്റെ അകത്തുനിന്ന് പുറത്തേക്കാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സെല്ല് ഷ്രിങ്ക് ആയിട്ടുള്ള ഒരു ഡാമേജ് ആണ് സംഭവിക്കുന്നത്. അതേ സമയത്ത് ഐസോടോണിക് സൊല്യൂഷൻ, അതായത് കോൺസെൻട്രേഷൻ ഇൻസൈഡും ഔട്ട്സൈഡും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇറ്റ് ഈസ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. അവിടെ നോ നെറ്റ് ലോസ് ഓർ ഗെയിൻ, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ആ മൂവ്മെന്റ് ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇറ്റ് ഈസ് ഇൻ ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ കണ്ടീഷൻസ് തരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിരുത്തിയിട്ട് വായിച്ചാൽ മതി. ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു എക്സാമ്പിള് എന്താ പറയാ, ഡ്രൈഡ് ഗ്രേപ്സ് അല്ലെ, ഉണക്കമുന്തിരി പറയില്ലേ, ഈ ഡ്രൈഡ് ഗ്രേപ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഇറ്റ് വിൽ സ്വെൽ. അതേപോലെ നമ്മള് ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അത് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പോ ഈ വാട്ടർ മോളിക്യൂൾ, വാട്ടർ മൂവ്മെന്റ് ആ സെല്ലിനുള്ളിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഓസ്മോസിന്, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ലിംഗ് ആണ് എക്സാമ്പിൾ. നിങ്ങൾ അത് വിചാരിച്ചാൽ മതി. പിക്ലിംഗ്, ഇപ്പൊ മാങ്ങ ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി അത് ഷ്രിങ്ക് ചെയ്യും അല്ലെ. ഷ്രിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മാങ്ങയുടെ സെൽ വാളൊക്കെ ഇങ്ങനെ റിങ്കിൾ വന്നിട്ട് കാണാൻ പറ്റും. സോ അതാണ് സെക്കൻഡ് കണ്ടീഷൻ, ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ. കാരണം സെല്ലിലുള്ള സൊല്യൂട്ടിനേക്കാളും കൂടുതൽ ഔട്ട്സൈഡ് സോൾട്ട് സൊല്യൂഷൻ, ബ്രൈൻ സൊല്യൂഷനിൽ സൊല്യൂട്ട് കൂടുതലായതുകൊണ്ട് വാട്ടർ പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. സോ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് സൊല്യൂട്ട് ബേസ് ചെയ്തിട്ടാണ് വാട്ടർ ആണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ കീവേഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടേംസ്, ഓസ്മോസിസ് ബേസ് ചെയ്തിട്ടുള്ള ടേംസ്, കാരണം ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് എക്സാമിന് എങ്ങനെ ചോദിച്ചാലും അത് കോൺസെപ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. The ability of an extracellular solution to make water move into or out of a cell by osmosis is known as tonicity. ടോണിസിറ്റി, അതായത് നമ്മളിപ്പോ പ്ലാസ്മ മെംബ്രെയിൻ, ഇപ്പൊ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കണം. വെദർ ദ സെൽ ഈസ് ഇൻ സെൽ ഹൈപ്പർടോണിക് ആണോ, സെൽ ഹൈപ്പോട്ടോണിക് ആണോ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി എൻവയറമെന്റ് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ ബേസ് ചെയ്തിട്ട് ആ വാട്ടർ മൂവ്മെന്റിന് ആണ് നമ്മൾ ടോണിസിറ്റി എന്ന് പറയുന്നത്. A solution's tonicity is related to its osmolarity, which is the total concentration of a cell solute in the concentration solution. Okay, അതായത് ഓസ്മോളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഓസ്മോളാരിറ്റി പറയുന്നത്. A solution with a low osmolarity has fewer solute particles per liter of solution, while a solution with high osmolarity has more solute particles per liter of solution. Okay, when solutions of different osmolarity is separated by a membrane permeable to water but not to solute, അതാണ് ഇതിന്റെ പോയിന്റ്. വാട്ടറിന് മാത്രമേ പെർമിയബിൾ ഉള്ളൂ, ബട്ട് നോട്ട് ടു സൊല്യൂട്ട്. വാട്ടർ വിൽ മൂവ് ഫ്രം ദി സൈഡ് വിത്ത് ലോവർ ഓസ്മോളാരിറ്റി ടു ദി സൈഡ് ഓഫ് ഹയർ ഓസ്മോളാരിറ്റി. ഇതാണ് ഓസ്മോസിസ് ടേംസ് എന്ന് പറയുന്നത്. നമുക്ക് ഓസ്മോസിസ് അറിയാം, പക്ഷെ അത് രണ്ട് കോൺടെക്സ്റ്റിൽ ചോദിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇത് എവിടേക്കാണ് ഇതിന്റെ റോള് എന്ന് നോക്കാം. ഓസ്മോസിന്റെ റോള് നമുക്ക് നോക്കാം. Unlike animal cells which are generally isotonic, animal cells almost in isotonic condition. Okay, but plant cells in the case എടുക്കുകയാണെന്നുണ്ടെങ്കിൽ plant cells are generally hypertonic. Cell is hypertonic. See, ഇവിടെ സെൽ ആണ് കേട്ടോ. നിങ്ങൾ ഈ ഹൈപ്പർട്ടോണിക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നോക്കണം ആരാണ്, ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ ഹൈപ്പർട്ടോണിക് എന്ന് പറയണം. ഇവിടെ എന്താണ്, സെല്ലാണ് ഹൈപ്പർട്ടോണിക്, ഓക്കെ, ടു ദെയർ ഫ്ലൂയിഡ് എൻവയറമെന്റ്. അപ്പൊ എന്താ ഉണ്ടാവുക, സെല്ലാണ് ഹൈപ്പർട്ടോണിക് എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ ഒരു വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, വാട്ടർ എങ്ങനെയാ ഉണ്ടാവുക, സെല്ലാണ് ഹൈപ്പർട്ടോണിക് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇതാണ് സെല്ല്, ഇത് ഇൻസൈഡ്, ഇത് ഔട്ട്സൈഡ്. ഓക്കെ, സെല്ല് ഈ ഹൈപ്പർട്ടോണിക് മീൻസ് ഇവിടെ സൊല്യൂട്ട് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, water will move inside. Okay, causing it to develop an internal turgor pressure. Okay, as a result there is a tendency of water to enter the cell, causing it to develop an internal pressure. ഈ ഇന്റേണൽ പ്രഷറിനെയാണ് നമ്മൾ പ്ലാന്റ്സിൽ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടർഗർ പ്രഷർ ഉള്ളതുകൊണ്ടാണ് ലീവ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ടുവാർഡ്സ് ദി സൺലൈറ്റ് ഒക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നത്. സോ ടർഗർ പ്രഷർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാന്റ് സെൽസ്. This turgor pressure is creating based on the osmosis.
Okay, turgor pressure provides support for non-woody plants and for the non-woody parts of trees such as the leaves. If a plant cell is placed into a hypertonic medium, see, ഇതാണ് നമ്മുടെ നോർമൽ സെല്ല്. നോർമൽ സെല്ലിന്റെ ടർജിഡിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സെല്ല് ഹൈപ്പർടോണിക് ആയതുകൊണ്ട് വാട്ടർ ഈ സെല്ലിനുള്ളിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊരു ടർഗർ, അപ്പൊ അത് നല്ല സ്ട്രെച്ച്ഡ് ആയിട്ട് ഒരു നോർമൽ ടർഗർ പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ എൻവയൺമെന്റ് ഈസ് ഹൈപ്പർടോണിക് മീൻസ് എന്താ ഉണ്ടാവുക, വാട്ടർ പുറത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, വാട്ടർ പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത്. പ്ലാസ്മോലൈസിസ്. ഓക്കെ, വാട്ടർ പുറത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ടർഗർ പ്രഷർ മുഴുവൻ പോയി, അതിന്റെ സപ്പോർട്ട് മുഴുവൻ പോയിട്ട് പ്ലാന്റ് വിൽ വിൽറ്റ്. ഓക്കെ, this process is called plasmolysis. Then next വരുന്നത് അക്വാപോറിൻസ്. നമ്മളിപ്പോ ഓസ്മോസിസിൽ വാട്ടർ മൂവ്മെന്റ് ഒക്കെ പറഞ്ഞു. ഓക്കെ, സൊല്യൂട്ടിനനുസരിച്ചിട്ട് ഹയർ സൊല്യൂട്ട് ലോവർ സൊല്യൂട്ട് വാട്ടർ ഈസ് മൂവിങ് എന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നത് നോക്കാം. സോ വാട്ടർ ഈസ് മൂവിങ് ത്രൂ അക്വാപോറിൻസ്. സോ ഹൗ ദേ ഡിസ്കവർ അക്വാപോറിൻസ്, അതൊരു കോയിൻസിഡൻഷ്യൽ ആണ്, ബട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. In the early 1990s, Peter Agar and colleagues at Johns Hopkins University were attempting to isolate and purify the membrane proteins responsible for the Rh antigen on the surface of red blood cells. During this pursuit, they identified a protein they thought might be the long sought water channel of the erythrocyte membrane. To test their hypothesis, they engineered frog oocytes to incorporate the newly discovered protein into their plasma membrane and then placed the oocyte in a hypotonic medium. Okay, hypotonic medium. Medium is hypotonic. So cell is hypertonic. So solute movement is much in the cell. So obviously water will get into the cell. Just as predicted, the oocytes swelled due to the influx of water and eventually burst. The team had discovered a family of small integral proteins called aquaporins that allow the passive movement of water from one side of the plasma membrane to the other. Okay, so this osmosis means the movement of water through the plasma membrane. Based on the solute concentration, the water movement is called osmosis. So aquaporins are the proteins which is helping the movement of water. Okay, a tetramer of identical subunit 28 kilodalton each with 6 transmembrane helices joined together. Okay, ഇത് aquaporine structure ആണ്. നമ്മള് സ്റ്റാർട്ടിങ്ങില് പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീനെ പറ്റി പഠിക്കുന്ന സമയത്ത് ക്ലാസ് 1 ക്ലാസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്ത് അക്വാപോറിൻ പറഞ്ഞതാണ്. ബട്ട് ഞാൻ ഒന്നും കൂടി അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാണ്. അക്വാപോറിൻസ് ബേസിക്കലി 28 കിലോ, അതൊരു 6 ട്രാൻസ്മെംബ്രെയിൻ ഹെലിസ് ആണ്. അതായത് ഒരു 6 പാസ് ഇതിൽ നടക്കുന്നുണ്ട്. അതിൽ 6 പാസിൽ ഈ ഒരു ലൂപ്പും കംപ്ലീറ്റ് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രേ പാർഷ്യലി പാസ് ചെയ്യുന്നുള്ളൂ. ബട്ട് അങ്ങനെ 1 2 3 4 5 6 6 കംപ്ലീറ്റ് പാസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഈ 6 കംപ്ലീറ്റ് പാസിനെയും കൂടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ 6 പാസ്സാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 4 ഡിഫറെന്റ് സെറ്റ് കൂടിയതാണ് ഒരു അക്വാപോറിൻ എന്ന് പറയുന്നത്. ഈച്ച് അക്വാപോറിൻ സബ് യൂണിറ്റ് ഇൻ ദി 4 സബ് യൂണിറ്റ് പ്രോട്ടീൻ. ഓക്കെ, ഈ ഇതാണ് 6 എണ്ണം വരുന്നത്. ഇത് 1 2 3 4 5 6. ഓക്കെ, ഇതാണ് ഈ 6 ട്രാൻസ്മെംബ്രെയിൻ പാസ്. ഇങ്ങനത്തെ 1 2 3 4 എണ്ണം ചേർന്നതാണ് ഒരു അക്വാപോറിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓരോ എന്താ പറയാ 6 ട്രാൻസ്മെംബ്രെയിൻ ഹെലിസസ് കൂടി വാട്ടർ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് they are highly specific for water molecule. A billion or so water molecules can pass in single file through each channel every second.
ഒന്ന് ആലോചിച്ചു. അപ്പം ആ ഒരു വാട്ടർ, ആ അക്വാപോറിന്റെ ഒരു കപ്പാസിറ്റി ആണ് പറയുന്നത്. ഓക്കെ, ബില്യൺ, a billion or so water molecules can pass in a single file. Okay, so ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറയുന്നത്. ഞാൻ എന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താ പറയാനുള്ളത് വെച്ചാൽ, അക്വാപോറിൻസിന്റെ ഇത് അക്വാപോറിന്റെ ഒരു സ്ട്രക്ചർ ആണ്. നമ്മൾ അക്വാപോറിൻസിന്റെ ഈ ഒരു മിഡിൽ പോർഷൻ സെന്റർ റീജിയനിൽ എത്തുന്ന സമയത്ത് ഭയങ്കര നാരോ ആവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു നാരോനെസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു അക്വാപോറിന്റെ ഇൻസൈഡ് റീജിയൻ എന്തായിരിക്കും, ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഹൈഡ്രോഫിലിക് എൻവയറമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഹൈഡ്രോഫോബിക് ആയിരിക്കും, ഇവിടെ ഹൈഡ്രോഫിലിക് ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇന്ററാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടീൻ ഈ ഇൻസൈഡ് ഉള്ള obviously it is made up of proteins, amino acids അല്ലെ. സോ ഈ അമിനോ ആസിഡിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളും ഈ വാട്ടർ മോളിക്യൂളും തമ്മിൽ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, ഇറ്റ് വിൽ അട്രാക്ട് ടു ഹൈഡ്രജൻ. ഓക്കെ, ആ വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജൻ ആയിട്ടായിരിക്കും അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്. സോ ഈ ഒരു ഓറിയന്റേഷനിലായിരിക്കും വാട്ടർ മോളിക്യൂള് പാസ് ചെയ്യുന്നത്. അത് ഒരു സിംഗിൾ ഫൈലായിട്ടാണ്. ഇങ്ങനെ ഒരു വാട്ടർ മോളിക്യൂൾ അടുത്തത് ഇങ്ങനെയാണ് സിംഗിൾ ഫൈലായിട്ടാണ് വാട്ടർ ഈ അക്വാപോറിനിൽ കൂടി മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, വാട്ടർ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഒരു പ്രോട്ടോൺ ഉണ്ടാവാൻ അവിടെ ചാൻസ് ഉണ്ട്. വാട്ടർ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക, H+ഉം OH- ആയിട്ടാണ് വാട്ടർ സ്പ്ലിറ്റ് ആവുന്നത്. സോ ഈ പ്രോട്ടോൺ ജമ്പ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഒരു പ്രോട്ടോൺ ജമ്പ് ഉണ്ടാവുന്ന സമയത്ത് ഹൈഡ്രോണിയം അയോൺസ് വിൽ പ്രൊഡ്യൂസ്. ഓക്കെ, സോ ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്താ സംഭവിക്കുക, ഈ H+ അയോൺസും ഇത് കൂടി പാസ് ചെയ്ത് പോയിട്ട് ഇൻസൈഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാക്കുക? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ചേഞ്ച് ദി pH. H+ അയോൺസ് സെല്ലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pH അസിഡിക് ആയിട്ട് മാറും, അസിഡിക് pHലേക്ക് മാറും. സോ അത് നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ അതിനെന്താ ഇവിടെ ഒരു മെക്കാനിസം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആലോചിക്കണം എത്ര സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ഈ അക്വാപോറിൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. എത്ര പ്ലാൻ ചെയ്തിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു എഞ്ചിനീയർ പോലെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അക്വാപോറിൻ ഇവിടെ വന്നിരിക്കുന്നത്, അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് എന്താ വെച്ചാല്, ഈ അക്വാപോറിനില് മിഡിൽ റീജിയൻ നമ്മൾ നാരോ ആണെന്ന് പറഞ്ഞു. ഈ മിഡിൽ റീജിയനിൽ പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആയിരിക്കും കൂടുതലുള്ളത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ് കൂടുതലുള്ളത്. അത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആവുമ്പോൾ എന്താ ഉണ്ടാവുക, ഓക്സിജൻ ആയിരിക്കും ഈ പോസിറ്റീവ് ചാർജിനോട് അട്രാക്റ്റീവ് ആവുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇത് ഓക്സിജൻ, ഇത് ഹൈഡ്രജൻ. സോ ഇങ്ങനെയാണ് ഇത് എൻറ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കൂ. സോ ടിൽ ദി മിഡിൽ ഇങ്ങനെ ഒരു ഇന്ററാക്ഷനിൽ കൂടിയാണ് വരുന്നത്. അപ്പൊ ഈ വാട്ടർ മോളിക്യൂൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ലേ, H ബോണ്ട് ഉണ്ട് അല്ലെ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ മിഡിൽ എത്തുന്ന സമയത്ത് മിഡിൽ പോർഷനിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഓക്സിജൻ ആയിരിക്കും ആ പുള്ളുണ്ടാവുക. ഈ ഒരു ഓക്സിജനും ഈ പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സും തമ്മിലായിരിക്കും ആക്ഷൻ, എന്താ പറയാ, ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. ദിസ് അട്രാക്ഷൻ വിൽ ബ്രേക്ക് ദി ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇതിന്റെ ഓറിയന്റേഷൻ മാറി, ഇതിന്റെ ഓറിയന്റേഷൻ വന്നിട്ട് ഇങ്ങനെ ആയിട്ട് മാറും, ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷനിലായിട്ട് മാറും. ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ മാറുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ ഒരു H+OH- അതായത് ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ ബ്രേക്ക് ആവുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ബ്രേക്ക് ആവുകയാണ്. അപ്പൊ ആ പ്രോട്ടോൺ ജമ്പ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് പറയുക, നമ്മൾ ഇൻസൈഡ് pH അവിടെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. സോ പ്യുർ വാട്ടർ മാത്രമേ നമ്മളെ സെല്ലിന്റെ ഉള്ളിലേക്ക് അവിടെ എത്തുന്നുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് അക്വാപോറിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ,
എങ്ങനെയാണ് ഹൈഡ്രജൻ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലായില്ലേ? വാട്ടർ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ OH- ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ H+ അയൺസ് അലോങ് വിത്ത് ദി വാട്ടർ, ഇഫ് ഇറ്റ് ഗെറ്റ് ഇൻ ടു ദി സെൽ, the cell environment will be acidic. Okay, അത് നമുക്ക് ഫേവറബിൾ അല്ല, ഇറ്റ് ഇസ് നോട്ട് ഫേവറബിൾ. ടു പ്രിവെന്റ് ദാറ്റ്, middle of the aquaporin there is a positively charged proteins. അതിനൊരു പ്രത്യേക സീക്വൻസ് ഉണ്ട്. The sequence is NPA. NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N for asparagine, proline, alanine. ഓക്കെ, ഈ 3 അമിനോ ആസിഡ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അക്വാപോറിൻസിന്റെ മെയിൻ എന്താ പറയാ അക്വാപോറിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രോട്ടോൺ ജമ്പിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, very near its narrowest point, the wall of an aquaporin channel contains a pair of precisely positioned positive charges that attract the oxygen atom of each water molecule as it speeds through the constriction in the protein. These interactions reorient the central water molecule in a position that prevents it from maintaining the hydrogen bonds that normally link it to its neighboring water molecules. This removes the bridges that would normally allow protons to move from one water molecule to the next. Okay, see, ഇങ്ങനെ പൈലായിട്ട് വരുന്ന സമയത്ത് ഈ പ്രോട്ടോൺ പമ്പ് ഇതിന്ന് ഇതിലേക്ക് ഇതിന്ന് ഇതിലേക്ക് ഇതിന്ന് ഇതിലേക്ക് ഇങ്ങനെയാണ് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത്, മിഡിൽ എത്തുന്ന സമയത്ത് ആ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക കണക്ഷൻ, ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ കണക്ഷൻ അവിടെ സ്റ്റോപ്പ് ആയി. കണക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഈ പ്രോട്ടോൺ ജമ്പിങ് അവിടെ പോസിബിൾ ആവില്ല, നടക്കില്ല. സോ പ്യുവർ വാട്ടർ മാത്രമേ നമ്മളെ സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തുന്നുള്ളൂ. സോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ അക്വാപോറിൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഇതിന്റെ നമ്മളെ ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. Aquaporins are particularly prominent in cells such as those of a kidney, tubule or plant root, where the passage of water plays a crucial role in the tissue's physiological activities. The hormone vasopressin, which stimulates water retention by the collecting ducts of the kidney, acts by way of one of these proteins, aquaporin 2. ഓക്കെ, നമ്മളെ കിഡ്നി ട്യൂബ്യൂളിലുള്ള അക്വാപോറിൻ 2 ക്ലാസ്, അതായത് അക്വാപോറിൻ കുറെ ഫാമിലി ഉണ്ട്, കുറെ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, കിഡ്നിയിൽ വർക്ക് ചെയ്യുന്നത് അക്വാപോറിൻ 2 ആണ്. ഓക്കെ, വാസോപ്രസിൻ. ഓക്കെ, ഈ വാസോപ്രസിൻ നമ്മൾ അതിന്റെ ഫിസിയോളജിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വാസോപ്രസിൻ ആണ് നമ്മളെ വാട്ടർ റിട്ടൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ. Some cases of the inherited disorder, congenital nephrogenic diabetes insipidus, arises from mutations in this aquaporin. ഈ അക്വാപോറിനിൽ വരുന്ന മ്യൂട്ടേഷൻ ആണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണമാവുന്നത്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, person suffering from this disease excrete large quantities of urine. അത് എന്തുകൊണ്ടാണ് അത്രയും വാട്ടർ ലീക്ക് ആവുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ their kidneys do not respond to vasopressin. ഓക്കെ, ഈ വാസോപ്രസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ആ വാട്ടർ ഇത്രയും കൂടുതലായിട്ട് യൂറിനിൽ കൂടി വാട്ടർ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു ഡിസീസിന് കാരണം അക്വാപോറിൻ പ്രോട്ടീനിലുള്ള മ്യൂട്ടേഷനെ കൊണ്ടാണ് സംഭവിക്കുന്നത്. സോ ഇത് ഇത്രയും കുറച്ച് നമ്മൾക്ക് വരുന്ന അക്വാപോറിൻസിന്റെ ലിസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ജസ്റ്റ് ഏതെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അക്വാപോറിൻ 1, ഫ്ലൂയിഡ് റീഅബ്സോർപ്ഷൻ ഇൻ പ്രോക്സിമൽ റീനൽ ട്യൂബ്യൂൾ. ജസ്റ്റ് ഇങ്ങനെ അക്വാപോറിൻ 1 എവിടെയായിരിക്കും? കിഡ്നിയിലാണ്. അക്വാപോറിൻ 2 കിഡ്നിയിൽ തന്നെയാണ്. അക്വാപോറിൻ 3 റീനൽ കളക്ടിംഗ് ഡാക്ട്. അക്വാപോറിൻ 4 സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റീഅബ്സോർപ്ഷൻ. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർ, ഓക്കെ, ഈ TIP PIP ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിലാണ് വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്ലാസ്സസ് ഓഫ് അക്വാപോറിൻസ് ആർ ദെയർ ഇൻ അവർ സിസ്റ്റം, ആൻഡ് ജസ്റ്റ് റീഡ് ദിസ് ആൻഡ് ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ യുവർ
brain. Okay, just revise it. Okay, ഇത് അങ്ങനെ by heart പഠിക്കണമെന്നൊന്നുമില്ല, but at least you can, while seeing the question, you can just correlate with it. Okay, so they may ask for match the following. So this much as for today. ഞാൻ റെഫർ ചെയ്ത ബുക്സ് ജെറാൾഡ് കാർപ്പ്, പിന്നെ ആൽബർട്ട് ജോൺസൺ, പിന്നെ ലോഡിഷ്, ഇത്രയാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന ബുക്കുകൾ. സോ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെറ്റ് ഗേറ്റ് അല്ലെങ്കിൽ ജനറൽ ലൈഫ് സയൻസസ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിലേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കാം. നമ്മൾ ലൈവ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us through this WhatsApp number or through email. So thank you so much for watching this. Kindly like and share our channel. Please be free to ask any queries, any doubt. Happy learning. Thank you so much.